എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ പരാജയപ്പെട്ടു പോകുമോ, തകർന്നു പോകുമോ എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും അനുഭവത്തിൽ കൂടാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നിങ്ങളെ നോക്കി ഞാനൊരു തൂത് വിളിച്ചു പറയാം. ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനം 34:5, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. എൻ്റെ കർത്താവെങ്കിലേക്ക് നോക്കിയവർ, കർത്താവിൻ്റെ മുഖത്തിലേക്ക് നോക്കിയവർ പ്രകാശിതര, റേഡിയൻ്റായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ദാവീദിന്റെ പ്രതിസന്ധിയുടെ ജീവിതാനുഭവത്തിൽ പറയാണ്, അതിന്റെ മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ, ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചപ്പോൾ ലജ്ജിച്ചു പോകുമോ, തകർന്നു പോകുമോ, പരാജയപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ച സമയത്ത് പക്ഷെ ദൈവത്തെങ്കിലേക്ക് നോക്കി പ്രകാശിതരായി ലജ്ജിപ്പാൻ ദൈവം അനുവദിച്ചില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ലജ്ജിപ്പാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരു കാര്യം ചെയ്യാം, അവൻ്റെ മുഖം നോക്കുക. മറ്റു പലതിലേക്ക് നോക്കുമ്പോൾ നിരാശയുടെ, തകർച്ചയുടെ, വേദനയുടെ ഒക്കെ അനുഭവങ്ങളായിരിക്കും അനുഭവിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. പക്ഷേ കർത്താവെങ്കിലേക്ക് നോക്കിയാൽ അവൻ ലജ്ജിപ്പാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 3:3 ദാവീദ് തന്റെ പ്രതിസന്ധി മധ്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയും, നീ യഹോവേ എനിക്ക് ചുറ്റും എൻ്റെ പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. അപ്പൊ പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ മുഖം നോക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കത്തില്ല. അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് മഹത്വത്തിന്റെ, ജയത്തിന്റെ പ്രവൃത്തി അനുഭവിപ്പാൻ ഇടവരും. നിങ്ങളുടെ ജീവിതത്തിലും അത് സംഭവിക്കും. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, വല്ലാത്ത ശൂന്യത വരുമ്പോൾ, പരാജയം വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക, ദൈവസന്നിധിയിലേക്ക് ഓടി വരിക.